നമസ്കാരം. അതെ, നമുക്ക് ടീച്ചറെ ഇന്നലെ ഒരു ജെൻസ് ടൈലർ വന്നിട്ട് ഒരു അഭിപ്രായം പറഞ്ഞു. അഭിപ്രായമല്ല, അയാൾ ശക്തിയായിട്ട് വാദിച്ചു. ലേഡീസ് ചുരിദാറുകൾ ലേഡീസ് തയ്ച്ചു കഴിഞ്ഞാൽ നന്നാവില്ല അത്ര. കാരണം എന്താണ് അയാൾ പറയുന്നുണ്ടെങ്കിൽ ബാക്ക് വന്നിട്ട് ലേഡീസിന് സീറ്റ് വരിക കാരണം ബാക്ക് തുണി കൂടുതൽ ഇടണമെന്നാണ് ടീച്ചർ പറഞ്ഞല്ലേ. അതുപോലെ തന്നെ ഇവിടുത്തെ ബാക്ക് വന്നിട്ട് ഇവിടുത്തെ വണ്ണം കൂടുതൽ വേണം. ഞാൻ ഒരു 10 കമ്പനികളുടെ ചുരിദാറുകൾ എടുത്ത് ചെക്ക് ചെയ്തു. ഞങ്ങൾ പഠിച്ച പോലെ തെറ്റാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. തെറ്റല്ല, ലേഡീസിന് അതിൻ്റെ ആവശ്യമില്ല. ഇതൊരു ബ്രാൻഡഡ് തുണിയാണ്. ഈ ബ്രാൻഡഡ് ചുരിദാർ നമ്മൾ റെഡിമെയ്ഡ് ഇതിന് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി എടുത്തതാണ്. ഇതിന് വന്നിട്ട് ലെങ്ത്ത് വന്നിട്ട് ഫ്രണ്ടും ബാക്കൊക്കെ സെയിം ആണ് വെച്ചിരിക്കുന്നത്. സെയിം അല്ല ടീച്ചർ വെച്ചിരിക്കുന്നത്. ഞങ്ങൾ 10-30 വർഷമായിട്ട് ഇങ്ങനെ ചെയ്യാറ്. അത് കഴിഞ്ഞ് ഇത് വേറൊരു ചുരിദാർ എടുത്തു. വേറെ ഒരു ചുരിദാർ ഉണ്ടായിരുന്നു. ശരി, എല്ലാ ടോപ്പിലും ഇങ്ങനെയാണ് കാണുന്നത്. പിന്നെ ഈ ചെസ്റ്റ് അളവിൻ്റെ അളവ് തന്നെയാണ് ഇവിടെ അടിഭാഗത്തേക്കും വരുന്നത്. ഈ സുഹൃത്തിനൊരു കാര്യം മനസ്സിലാക്കണം. ഷർട്ടുകൾ വന്നിട്ട് വ്യത്യാസമുണ്ട്. ഇതൊരു ഷർട്ടാണ്, ഇതൊരു ബ്രാൻഡഡ് ഷർട്ടാണ്. ഈ ഷർട്ടിന് വന്നിട്ട് ഇവിടെ വ്യത്യാസമുണ്ട് അളവ്. അത് നമുക്ക് നടന്ന് കാണിച്ചു തരാം. ഷർട്ട് തയ്ക്കുന്ന ഒരാളായ കാരണം അയാൾക്ക് അങ്ങനെ തോന്നിയതായിരിക്കാം. ഇവിടെ നിന്ന് വന്നിട്ട് ഈ അളവ് ഇവിടെ നിന്ന് തൊട്ട് ഇതുവരെ ടീച്ചർ എത്രയുണ്ടെന്ന് പറഞ്ഞാൽ 36.5 ഇഞ്ചുണ്ട്. ബാക്ക് 36 ഇഞ്ചിനുണ്ട്. എന്നാലും നമുക്കിത് ഫ്രണ്ട് വന്നിട്ട് നമുക്ക് അത്ര വയ്ക്കില്ല. ഫ്രണ്ട് വന്നിട്ട് നമുക്ക് ഇവിടെ ഒരു 12 ഇതാ 12 24 ഇഞ്ച് ഫ്രണ്ടിലും 36 ഇഞ്ചാണ് ബാക്കിൽ. അയാൾ കാലങ്ങളായിട്ടൊരു വലിയ കടയിട്ടിരിക്കുന്ന ഒരു സ്നേഹിതനാണ്. അയാൾ ഈ ഷർട്ടും പാൻറ്റും തയ്ക്കുന്നത് നല്ലൊരു മനുഷ്യനാണ്. ബ്രാൻഡഡ് സാധനങ്ങൾ അയാളെ വളരെ ജെൻസ് ടൈലറിംഗ് രംഗത്ത് അയാൾ മിടുക്കനാണ്. അപ്പോൾ അയാളെ ഈ തയ്പ്പ് അയാളിങ്ങനെ വെട്ടി ശീലമായിട്ട് അയാൾ അത് നമ്മളുടെ അടിച്ചേൽപ്പിക്കാൻ നോക്കിയതാണ്. ലേഡീസ് ചുരിദാറൊക്കെ അങ്ങനെ തയ്ക്കുന്നത്. ഇതാണ് അതിൻ്റെ പ്രത്യേകത. അതുമാതിരി തന്നെ ഇതിൻ്റെ ബാക്ക് ലെങ്ത്ത് കുറച്ച് കൂടുതലുണ്ടാവും. അയാൾ ഇതിന് ചുരിദാറിലേക്ക് അയാൾ കൊണ്ടുവരാൻ നോക്കിയതാണ്. അങ്ങനെ കൊണ്ടുവന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശരിയാവില്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. കഴിഞ്ഞിട്ടില്ല. വേറൊരു കാര്യം ഞാൻ കൂടി പറഞ്ഞുതരാം. ഇതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലേഡീസ് ഇതാണ് ടീച്ചറെ ഈ ചെസ്റ്റ് അളവ് നോക്കാം. നമുക്ക് ഈ ചെസ്റ്റ് അളവും ഇപ്പം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം എടുത്തത് വെറുതെ ജസ്റ്റ് അറിയാൻ വേണ്ടിയിട്ടാണ് ചെസ്റ്റ് അളവ് എടുക്കുന്നത്. ഈ അളവെടുത്ത് 42 അപ്പോൾ കുറച്ച് വണ്ണം വെച്ചിട്ടുണ്ട് ടീച്ചർ. ഇപ്പോൾ 43 എത്തിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് വണ്ണം വെച്ചിട്ടുണ്ട്. ഇതേ അളവ് തന്നെയായിരിക്കും ഈ സീറ്റിൻ്റെ ഭാഗത്ത് വരിക. മനസ്സിലായോ? അപ്പോൾ ഈ 43 വരുന്ന ആൾക്ക് ഇവിടെ 43 വരുമ്പോൾ പിന്നെ എന്തിനു മാറ്റം വരിക? അതായത് ചെസ്റ്റ് ലേഡീസിന് വന്നിട്ട് ഇവിടെ ചെസ്റ്റ് ഉണ്ട്. ഇവിടെ ബാക്കിൽ സീറ്റിൻ്റെ അവിടെ കുറച്ച് വണ്ണം. ഇത് രണ്ട് സെയിമാണ്. അപ്പോൾ സെയിം മെഷർമെൻറ്റ് ഫ്രണ്ടിലും ബാക്കിലും വന്നു കഴിഞ്ഞാൽ സെയിം അളവ് വെച്ചാൽ മതി. അതല്ല ടീച്ചറെ? അതേമാതിരി അപ്പോൾ പിന്നെ ഫ്രണ്ടും ബാക്കും സെയിം ലെങ്ത് ഇട്ടാലും മതി. ഓക്കെ, താങ്ക് യു. അളവ് മനസ്സിലായില്ലേ? അതായത് ലേഡീസിന് ചെസ്റ്റും ബാക്കിൽ സീറ്റും വരുന്നുണ്ട്. രണ്ടും സെയിം അളവാണ് വരിക. മെഷർമെൻറ്റ് സെയിം ആണ് വരിക. ഇനി വല്ല ആളുകൾക്ക് വ്യത്യാസം വരുന്നെങ്കിൽ അവർക്ക് അന്ന് വേണമെങ്കിൽ ചെയ്തോട്ടെ. അല്ലേ ടീച്ചറെ? ഓക്കെ, താങ്ക് യു പറഞ്ഞേ. താങ്ക് യു.